ഷാഫിയുടെ കയ്യാങ്കളി ഇപ്പോൾ വന്ന കോൺഗ്രസ് ആണോ എന്ന് മാത്രം നോക്കിക്കൊണ്ടാണ്. ഷാഫിയെ നേരിട്ട് തല്ലിയ പോലീസ് അല്ലേ, അപ്പോ പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവസ്ഥ വ്യത്യസ്തമാവുകയില്ലല്ലോ. ഇപ്പോഴിതാ പാലക്കാട് മാങ്കോട്ടുതിന മണ്ണിൽ പോലീസിന് അഴിഞ്ഞാട്ടം നടന്നിരിക്കുകയാണ്. റോഡിൽ ഒരു വനിതാ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെ വലിച്ചഴയ്ക്കുകയാണ് പോലീസ്. എലപ്പള്ളി പഞ്ചായത്തിൽ നടന്ന കനത്ത സംഘർഷത്തിലായിരുന്നു പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രസിഡന്റ് രേവതി ബാബുവിനെ പോലീസും CPIM ചേർന്ന് തടഞ്ഞത്. ബ്രൂവറിക്കെതിരായ ബോർഡ് മീറ്റിംഗ് ആരംഭിക്കാനിരിക്കവേ CPIMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉപരോധിച്ചു. ലൈഫ് മിഷൻ, കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന് ആരോപിച്ചാണ് ഉപരോധമെന്ന് CPIM പറയുന്നുണ്ട്. പഞ്ചായത്തിനകത്തേക്ക് ആരെയും കയറ്റിവിടില്ല എന്നും CPIM പ്രവർത്തകർ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ പുറത്തു നിൽക്കുകയായിരുന്നു. ബ്രൂവറിക്കെതിരായ ബോർഡ് യോഗം അട്ടിമറിക്കാനാണ് CPIM ശ്രമമെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ട്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം സജ്ജമാണ്. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തുണ്ട്. പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രസിഡന്റ് രേവതി ബാബുവിനെ CPIM പ്രവർത്തകരും പോലീസും ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. ഇതേ തുടർന്നായിരുന്നു രേവതി ബാബുവിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടന്നത്. പാലക്കാട് പൊള്ളാച്ചി പാതയാണ് ഉപരോധിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഉപരോധത്തെ തുടർന്ന് പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. എലപ്പള്ളിയിൽ ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉടലെടുത്തിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെ വിഷയത്തിൽ വ്യാപക പ്രതിഷേധം ഉയർത്തി. പ്ലാനിനെതിരെ LDFിലെ ഘടകകക്ഷികൾ വിമർശനം ഉന്നയിച്ചതാണ്. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതും കൃഷിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നായിരുന്നു ഉയർന്ന പ്രധാന വിമർശനം. ജനങ്ങളുടെ താൽപര്യങ്ങൾക്ക് നിരക്കാത്ത പദ്ധതികൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും തയ്യാറാകണമെന്നും CPI മുഖപത്രമായ ജനയുഗം ആവശ്യപ്പെട്ടതാണ്. ഇനി പഞ്ചായത്ത് പ്രസിഡന്റും പോലീസും തമ്മിലുണ്ടായ ഉന്തും തള്ളും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവും മറ്റൊരു വാർഡ് മെമ്പറും കൂടി റോഡ് ഉപരോധിക്കുകയും വനിതാ പോലീസ് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അതിന്റെ ഒരു ഉന്തും തള്ളുമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഈ CPIM എലപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് എതിരെ ഒരു ഉപരോധ സമരമാണ് നടത്തുന്നത്. ആ ഉപരോധ സമരത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ ഒയാസിസ് ബ്ലൂവറി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ബോർഡ് യോഗം ചേരാൻ തീരുമാനിച്ചതാണ്. ആ ബോർഡ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഈ ഉപരോധം നടക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് CPIMന്റെ ഉപരോധം നടക്കുന്നു. ഭരണസമിതി അംഗങ്ങൾ റോട്ടിൽ ഈ പ്രതിഷേധവും നടത്തുന്നു. ഇപ്പോൾ CPIMന്റെ ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. ഇപ്പോ നിങ്ങളുടെ ഉപരോധം നടക്കുന്നത് അവർ ഒയാസിസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു തീരുമാനവും എടുക്കുന്ന ദിവസമാണ്. അതിനെ അനുവദിക്കുന്നില്ല. അത് ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു സമരം എന്നാണ് അവർ ആരോപിക്കുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ 2 കാൽനട പ്രചരണ ജാഥകൾ നടത്തി. 2 ദിവസങ്ങളിലായി 2 കാൽനട ജാഥകൾ നടത്തി. ആ ജാഥയിൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ് ഈ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം. എന്തിനാണെന്ന് ചോദിച്ചാൽ 5 വർഷക്കാലമായി ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് പോലും ലൈഫ് മിഷനിൽ വീട് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് പോലും ലൈഫ് മിഷൻ വീട് കൊടുത്തിട്ടില്ല. റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്നില്ല. കുടുംബശ്രീക്കാർക്ക് ഗ്രാന്റ് കൊടുക്കുന്നില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അതാണ് പറയുന്നത്. ഇതൊന്നും കേട്ട് പേടിച്ചോടാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിയില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നത്. ഈ 5 വർഷവും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതും ഇനിയും നടത്തും. കാരണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകണമെന്നുള്ള ഭ്രാന്തളകിയിട്ടാണ് അവർ ഈ കാണിക്കുന്നത്. ആഴ്ചയ്ക്ക് ഓഫീസ് ഉപരോധം എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലീസും. അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസിന് കയ്യിലാകുന്നില്ല. ഞങ്ങൾ പഞ്ചായത്തിനകത്ത് കയറുന്ന ഞങ്ങളെ തടസ്സപ്പെടുത്താനാണ് പോലീസ് വന്ന് നിൽക്കുന്നത്. അത് ശരിയല്ലല്ലോ.